വെൽക്കം ടു റീമാസ് ടേസ്റ്റ് മെയ്ഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു നാടൻ കോഴിക്കറിയുമായിട്ടാണ്. നമ്മുടെ നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇതാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നല്ല നാടൻ കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കടുവൊക്കെ വറുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. നല്ല കപ്പ വെച്ചതിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. സോ നാടൻ ചിക്കൻ കറി കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഇത്തവണ എന്തായാലും ഉണ്ടാക്കി നോക്കുക. സോ നിങ്ങളെൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻസൊക്കെ അയയ്ക്കുക. ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ അപ്പം അതേ നീട്ടുന്നില്ല, നമുക്കെന്നാൽ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന വെച്ചൊരു ഗ്രേവിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി 3 വലിയ സവോള, ഒരു വലിയ 2 സവോള, ഒരു സവോളയുടെ പകുതിയുണ്ട്. പിന്നെ ചിക്കൻ കറിക്കൊക്കെ നല്ല ഇച്ചിരി ഇഞ്ചിയൊക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തേക്കുന്നത്, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 2 പഴുത്ത തക്കാളിക്ക, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ 1 കിലോ ചിക്കൻ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ പച്ചമുളക് ഇടുന്നതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ഈ ഇറച്ചിക്കൂട്ട് ഞാൻ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അവയെല്ലാം ചേർത്ത് പൊടിച്ചെടുത്ത ഇറച്ചിക്കൂട്ടാണ്. പിന്നെ കടുക് വറുത്താണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കടുക്, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ 1 കിലോ ചിക്കൻ കഴുകി കോരി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത് 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കാണിച്ച സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെക്കാനുള്ളൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നേരെ വെക്കാനുള്ള ഒരു പാൻ വെച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തണുപ്പ് തുടങ്ങിയോണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഇതിൽ ഉറഞ്ഞാണ് ഇരിക്കുന്നത്. കട്ടി പിടിച്ചിരിക്കുകയാണ്. ഇച്ചിരി നല്ല വെളിച്ചെണ്ണയിൽ കറി ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇത്രയും 1 സ്പൂൺ കടുക് ഇടാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവോള, ഇഞ്ചിയും പച്ചമുളകും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഈസി ആയിട്ടുള്ള എളുപ്പത്തിൽ നല്ലൊരു നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും സെപ്പറേറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം നല്ല ഒരുമിച്ചിട്ടായാലും നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി മാത്രം ശ്രദ്ധിക്കുക. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിൽ വഴലണം. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇളക്കി കൊടുക്കാം. ഇത് സവോളൊക്കെ കൂടുതൽ നമ്മൾ കറിക്ക് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി സവോളയൊക്കെ നല്ല കൂടുതൽ ഇടണം. നല്ല വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് വഴന്നാലേ കറിക്ക് രുചി വരത്തുള്ളൂ. വഴന്ന് തുടങ്ങാറാകുമ്പോഴത്തേന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടും.
സവാളയൊക്കെ നല്ലതായിട്ട് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 80% വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ പൊടികളിടുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. ഓരോന്നിനും ഓരോ മൂപ്പല്ലേ. അപ്പോൾ ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മഞ്ഞൾപ്പൊടി നോക്കാൻ ഇച്ചിരി സമയം എടുക്കും. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കുക. അതിന് ശേഷം ഓരോ പൊടികളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തുള്ളവർക്ക് തേങ്ങാക്കൊത്തും വറുത്തിടാം. അപ്പോൾ ഇച്ചിരൂടെ ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ രുചിക്കനുസരിച്ച് രുചിയൂടെ കിടന്ന് വഴലിട്ട് അതിൽ നമുക്ക് മല്ലിപ്പൊടികൾ ആഡ് ചെയ്യാം. നമുക്കിനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിക്കാം. മല്ലിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നോക്കട്ടെ. സവാള എത്ര നന്നായിട്ട് വഴലുന്നോ അതുപോലെ ഇരിക്കും കറിയുടെ ടേസ്റ്റ്. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. തീ കുറച്ച് വെക്കണം, കാരണം മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീ കുറച്ച് വെക്കുക. പൊടികളെല്ലാം മൂത്തു. നമ്മൾ മല്ലിപ്പൊടി ഇട്ടു. അത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇറച്ചിക്കൂട്ട് ലാസ്റ്റാണ് ഇടുന്നത്. അപ്പം നമ്മൾ പൊടികളിട്ട് കഴിഞ്ഞ് തക്കാളി ആഡ് ചെയ്യാവുള്ളൂ. തക്കാളി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ജ്യൂസ് പോലെ ആവണം. ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി ഒക്കെ ഒന്ന് പരസ്പരം യോജിക്കാനായിട്ട് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തക്കാളി വേകുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. തക്കാളി വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി ഇട്ടായിരുന്നു. അത് നന്നായിട്ട് വെന്തു എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിക്കൂട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചതിന് ഇറച്ചിക്കൂട്ട് 1 സ്പൂൺ. ഇറച്ചിക്കൂട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂൺ ഇട്ടു. പിന്നെ ആവശ്യാനുസരണം ടേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി ഗ്രേവിയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഇരുന്നോട്ട് കറി ഒന്ന് തിളച്ച് കഴിഞ്ഞ് തീ കുറച്ചാൽ മതി. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ തിളപ്പിച്ചാരിച്ച വെള്ളം ആഡ് ചെയ്യാൻ നോക്കുക. കാരണം പച്ച വെള്ളത്തിനേക്കാൾ നല്ലത് ചെറിയ ചൂടോടെ തിളപ്പിച്ചാരിച്ച വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. നല്ല പച്ചവെള്ളത്തിന് ചുവ വരാൻ സാധ്യതയുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. ഓൾറെഡി ചിക്കനിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങും. അതിൻ്റെ കൂടെ പിന്നെ നമ്മളിത് ഗ്രേവിയിൽ വെക്കുന്നതുകൊണ്ട് ആ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. കട്ട പിടിച്ചൊന്നും മസാല കിടക്കാതെ നന്നായിട്ട് അടിയിൽ നിന്ന് യോജിപ്പിച്ച് കൊടുക്കണം.
ഇനി കുറച്ച് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഓൾറെഡി ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആയിക്കോളും. ഞാനിപ്പോൾ ഇതിനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച്. ഇതിപ്പോൾ 1 കിലോ ചിക്കന് ഇത്രയും മതിയാവും. ഒരു ശകല ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി സവോള വഴറ്റിയപ്പോൾ ഉപ്പിട്ടായിരുന്നു. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു ശകല ഇറച്ചിക്കൂപ്പിട് വിതറി കൊടുക്കുക. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് അരമണിക്കൂറത്തേക്ക് വേവിച്ചെടുക്കാം. ചിക്കന് നല്ല വേവുണ്ട്, എന്നാലും ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് തിളപ്പിക്കുക. നല്ല തിള വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ്സ് ചിക്കൻ കറി വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെക്കാം. അപ്പം നമ്മൾ വെള്ളമെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വെച്ചായിരുന്നു. കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കറി 1-2 തവണ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ വെച്ചിട്ട് വേന്തോളൂന്ന് തന്നെ ആ വഴിക്കൊന്ന് പോകരുത്. ഒന്ന് ഇളക്കി ഇടയ്ക്കൊന്ന് നന്നായി ഇളക്കി ഒക്കെ ഒന്ന് കൊടുക്കുക. ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കറി വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്ക് ചിക്കൻ കറി ആണെങ്കിൽ ചെറിയ ലോ ഫ്ലെയിമിലോട്ടാക്കി നമുക്കൊരു അരമണിക്കൂർ, ഒരു 25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കറി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു 25 മിനിറ്റ്സോളം സ്ലോ ഫ്ലെയിമിൽ ഇത് കുക്കാവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പം ചിക്കൻ അടുപ്പിലായിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുത്തു. ഇനി അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതിപ്പോൾ ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നാടൻ ചിക്കൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. നമുക്കിനി ചിക്കൻ കറി തീ ഓഫ് ചെയ്യാം. ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ചാറുള്ളതുകൊണ്ട് അപ്പവും പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിനി ചിക്കൻ്റെ പുതിയ പുതിയ ഡിഷസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവരും ഈ ചിക്കൻ കറി ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ പറയുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ ഫ്രം റീമാസ് ടേസ്റ്റ് മെയ്ഡ്.